ബിരിയാണി തലയിലാക്കട്ടോ, എന്നിട്ട് ബാക്കി അനക്ക്. എന്തിനാ ജമീല നീ ഇത്രയും മോശപ്പെട്ട കുടുംബത്തിൽ നിന്ന് നിന്റെ മകനെ കൊണ്ട് പെണ്ണെടുക്കാൻ സമ്മതിച്ചത്? ഓ, അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജമീല, നമ്മുടെ കൂടെ വന്ന ആളുകൾ ഇനിയും ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിനു മുന്നേ ഇവിടെയുള്ളവരെയൊക്കെ ഇരുത്താൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളെ കൂടെ ഉള്ളവരെ ഇങ്ങനെ തിന്നാൻ കിട്ടിയിട്ടില്ലേ? ഇല്ലാന്ന് കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് അവിടെ. അത് ശരി, അങ്ങനെയുണ്ടോ? ഞാനേ ആ കല്യാണ ഡ്രസ്സില് ജ്യൂസായ പേരും വന്ന് കല്യാണം മുടക്കാന്ന് വിചാരിച്ചതാ. അപ്പോഴത്തിനല്ലേ
അതാ മൃദുവിന്റെ സാരിയാണ് അവളുടെ സാരി അല്ലെന്ന് അറിഞ്ഞത്. അതെ അതെ, കഷ്ടകാലത്തിന് ആ പെണ്ണെന്തിനാ ഇവളുടെ ഡ്രസ്സിന്റെ മുകളിൽ കൊണ്ടു വെച്ചത്? അല്ലെങ്കിൽ ഇപ്പോ അവളുടെ ആമിയുടെ ഡ്രസ്സിൽ തന്നെ ആവുമായിരുന്നു അതൊക്കെ. അതെ അതെ, അവൾക്ക് അല്ലെങ്കിൽ ഭാഗ്യമുണ്ട്. എത്ര ഭാഗ്യമുണ്ടായാലും എന്റെ അടുത്തേക്കല്ലേ വരുന്നത്, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവളെ. ജമീല, എന്താ ഇവിടെ നല്ല ചർച്ചയിലാണെന്ന് തോന്നുന്നു. എന്ത് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? എന്ത് ജമീല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്നോ? ഇമ്മാതിരി അലവലാതി കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്തതും പോരാ, എന്നാ പിന്നെ നേരാവണ്ണം വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ അവർക്ക് അതുമില്ല. അതെന്നെ, ഞങ്ങളിപ്പം വന്ന ആളുകളെ ഇനിയും ഭക്ഷണം കഴിക്കാൻ അവിടെ നിൽക്കുക. 2 മണി കഴിഞ്ഞ സമയം. ഇച്ചങ്ങോട്ട് ചൊറിഞ്ഞു കോറി വരുന്നുണ്ട്. വന്ന ആൾക്കാരൊക്കെ വെറുതെ നാണം കെടുത്താ നിക്കാണെന്ന്. പിന്നെ ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഈ ജമീല, നീ വേണ്ട വേണ്ടാന്നൊന്നും വെക്കരുത്. ഇന്ന് നിന്റെ ദിവസമാണ്, നീ ഇടപെടണം. എങ്ങനെ ഇടപെടാനാ? അതല്ല ജമീല, വന്ന ആളുകൾ ഭക്ഷണം കഴിക്കാതെ ഇവിടെയുള്ള ഈ പീറ പിള്ളേരൊക്കെതാ അവിടെ ടേബിളിൽ ഇരിക്കണോ, അവരൊക്കെ എണീപ്പിച്ചു വിട്. എന്നിട്ട് നിന്റെ കൂടെ വന്ന ആളുകൾ ഇരുത്ത്. അതല്ലേ മര്യാദ? ഓഹോ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെന്ന്. ആ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇരുന്നാ പോയി കഴിക്കാന്. ഇപ്പൊ തന്നെ വന്നിരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് ശരിയാണല്ലോ ജമീല, അവരെ പോയി എഴുന്നേൽപ്പിച്ചു വിട് ജമീല. അതെ ആന്റി, ആ ചിന്നും തക്കളവാവയും കുഞ്ഞാപ്പും എല്ലാവരും ഇരുന്നിക്കണു. ഒരു ടേബിൾ നിറച്ച് പീര പിള്ളേരാ, അവരെ എണീപ്പിക്ക്. എന്നിട്ട് നിങ്ങളുടെ ആളുകളെ വിളിച്ചിരുത്ത്. അതെ അതെ, ഇവർക്ക് മര്യാദ ഇല്ലെങ്കിൽ നമുക്ക് എന്തിനാ ജമീല മര്യാദ? അങ്ങനെ തന്നെ ചെയ്യണം. ഈ ജമീല ആരാണെന്നേ ഓൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ. അല്ല കുട്ടികളെ, നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്ന് കളിച്ചാണ്? നേരത്തെ തക്കരവാവ് ആ തലക്കായിരുന്നു ചിന്നു, ഇപ്പൊ ഈ തലക്കൊക്കെ എത്തിയോ? വീട് തന്നിട്ട് നീച്ചിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങോട്ട് ഇരിക്കാനുണ്ട്. വന്നവരിന്ന് ഫുള്ള് ഇരുന്നിട്ടില്ല. ആൾക്കാർ കുറേ ഉണ്ട്, നമ്മൾ അങ്ങനെ കാര്യം മോശല്ലേ? അതൊന്നും സാരില്ലമ്മ, ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഇരിക്കാലോ. അത് ശരി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ, അപ്പൊ അനക്കിപ്പോ ഞങ്ങൾ കുഴപ്പക്കാരാണല്ലേ? ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനതല്ല, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്നാ ചോദിച്ചത്. കാരണോ? എന്നാ കേട്ടോ, ഞങ്ങൾ കൂടെ വന്ന എത്ര ആൾക്കാരാണ് അവിടെ ചോറ് തിന്നാതെ കാത്തു നിൽക്കണത്. നേരം 2 മണിയായി, നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചാണല്ലേ നോക്കണത്? അത് ശരി, അപ്പൊ നിങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ബാക്കി തിന്നാനാണോ ഞങ്ങൾ കൂടെ വന്ന ആൾക്കാര്? എന്ത് സ്വഭാവമാണിത്